പറയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു അഊദു ബി റസൂലില്ലാ. അഊദു ബില്ലാ എന്നല്ല പറഞ്ഞത്, എന്താ പറഞ്ഞത്? അഊദു ബി റസൂലില്ലാ. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് കാവൽ തേടുന്നു. ശിർക്കായോ? അപ്പൊ എന്താണ് ഇവിടെ? ഇത് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന നിലയിലുള്ള പ്രസ്താവനയിൽ ശിർക്കില്ല. കേട്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്ത കാര്യത്തെയും എന്താക്കുക? ഇബാദത്താകുന്ന കാവൽ തേട്ടമാക്കിയാണ് കൂട്ടിക്കൊഴുക്കുക. ഇത് ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത്ര അന്തരമുള്ള വ്യത്യാസമുള്ള കാര്യമാണിത്. ഈ കാര്യത്തെ ആനയാക്കി അവതരിപ്പിക്കുക, ഇത് ജൂത ക്രൈസ്തവരുടെ ഏർപ്പാടാണ്. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കൽ ഒരു മുസ്ലിമിന്റെ പണിയല്ല, ഒരു മുഅ്മിനിന്റെ പണിയല്ല. അത് അഹ്ലു സുന്നയുടെ ഏർപ്പാടല്ല. യാ അഹ്ലൽ കിതാബ്, അഹ്ലു കിതാബുകാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, എന്തിനാണ് നിങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴക്കുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മൂടി വെക്കുന്നു, മറച്ചു വെക്കുന്നു. എന്തിനാണ് ഇത്തരം ഒരു ഏർപ്പാട് MT ദാരിമി നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നത്? നിങ്ങൾ മമ്പാട് സഖാഫിയെ പോലെ അല്ല. നിങ്ങൾ കുറച്ചൊക്കെ കിതാബും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ ആ കൂട്ടത്തിലെ ആളാകുന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ജൂത ക്രൈസ്തവരുടെ ഏർപ്പാട് ചെയ്യരുത്. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ ആരോപണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു പരത്തരുത്. അത് പാടില്ല, ഒഴിവാക്കണം. എന്നിട്ട് ചോദിക്കുക, പടച്ചോനാക്കിയോ? എന്തൊക്കെ ചോദിക്കണത് അല്ലേ? പടച്ചോനാക്കിയോ?